ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അതിലുള്ള എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്നും എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 19 പ്രത്യേകമായിട്ട് എടുത്ത് എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ആർട്ടിക്കിൾ 19 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തിട്ടായിരുന്നു 7 ഫ്രീഡംസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 നമുക്കറിയാം. അതിലാദ്യം 7 ഫ്രീഡങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ എത്ര നേരത്തിനെ കുറിച്ചേ പറയുന്നുള്ളൂ, 6 ഫ്രീഡത്തിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അപ്പോൾ ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം. ആർട്ടിക്കിൾ 19 നമ്മൾ പറയുന്നത്. ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എത്ര തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്, 6 സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. ഏതായിരുന്നു ആദ്യത്തേത്? ആർട്ടിക്കിൾ 19 ക്ലോസ് 1A, freedom of speech and expression. Freedom of speech and expression includes the right to hoist the national flag and right to information. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1A പറയുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1B റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. ആയുധങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അസംബിൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കൂട്ടം കൂടി ഇരുന്നിട്ട് സംസാരിക്കാനോ എന്തെങ്കിലും യോഗങ്ങൾ നടത്താനോ എല്ലാമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1A എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം, മാറിപ്പോരുത്. മാച്ചിങ് ടൈപ്പ് ആയിട്ട് ചോദിക്കാം. ആർട്ടിക്കിൾ 19 ക്ലോസ് 1A എന്തിനെ കുറിച്ച് പറയുന്നു, 19 ക്ലോസ് 1B എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ള രീതിയിൽ മാച്ചിങ് ടൈപ്പ് ആയിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ 19 ക്ലോസ് 1A ഏതായിരുന്നു? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. 1B റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. ഓർത്ത് വെക്കണം. ആർട്ടിക്കിൾ 19 ക്ലോസ് 1C റൈറ്റ് ടു ഫോം അസോസിയേഷൻ ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് നമുക്കൊരു ഗ്രൂപ്പ്, ഇപ്പം നമുക്കറിയാം നിരവധി സംഘടനകൾ നമുക്ക് വരുന്നുണ്ട്. പല മേഖലകളിലും നമുക്ക് എന്ത് വരുന്നുണ്ട്, സംഘടനകൾ വരുന്നുണ്ട്. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഘടനകളും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ, ഇന്ത്യയിലുള്ള ഒരു സിറ്റിസന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അധികാരം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1C എന്ന് പറയുന്നത്. ഇവിടെ വൃത്തിയായിട്ട് നിങ്ങളൊരു അമെൻമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം. ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു രൂപീകരണം, അതിൻ്റെ ഒരു ഫോർമേഷൻ നമ്മളുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തിരുന്നില്ല, നിർമ്മിക്കുന്ന സമയത്ത് വന്നിരുന്നില്ല. അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ എന്ത് വന്നിട്ടുണ്ടാവും, ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ടാവും. ആ അമെൻമെൻറ്റാണ് 97ാമത്തെ ഭരണഘടനാ ഭേദഗതി 2011. ഓർത്ത് വെക്കണം, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അമെൻമെൻറ്റ് വന്നിരുന്നു. ആ അമെൻമെൻറ്റ് എത്രാമത്തെ അമെൻമെൻറ്റ് ആയിരുന്നു നടന്ന വർഷം? നമുക്കിപ്പോൾ അറിയാം എത്രയാണ്, 97th അമെൻമെൻറ്റ്, വർഷം 2011. ഓക്കെ. 19 ക്ലോസ് 1D റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ഇന്ത്യ. റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തല്ല, അബ്സല്യൂട്ട് അല്ല, റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ പാർലമെന്റിന് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു 4-5 കൊല്ലം മുമ്പ് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. 4-5 കൊല്ലം മുമ്പ് കോവിഡ് വന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ ത്രൂ ഔട്ട് പോയിട്ട് നമ്മുടെ സ്വന്തം ടൗണിൽ പോലും എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിലുള്ളൊരു മഹാമാരിയാണ്. അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആരുടെയും കൂടെ ആവശ്യമായിരുന്നു, നമ്മുടെയും കൂടെ ആവശ്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, പക്ഷെ അതെന്തല്ല, അബ്സല്യൂട്ട് അല്ല. എന്ത് ചെയ്യാം, റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം. എപ്പോൾ കൊണ്ടുവരാം, എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടാവുന്ന സമയത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആർട്ടിക്കിൾ 19 ക്ലോസ് 1D കുറിച്ചാണ്. ഇറ്റ് ഡീൽസ് വിത്ത് റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ഇന്ത്യ. അടുത്ത ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 19 ക്ലോസ് 1E റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്ഥലം വാങ്ങി വീട് വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാടകയ്ക്ക് പോയി താമസിക്കുകയോ എന്ത് വേണേൽ ചെയ്യാം. റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ. അടുത്ത ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1G റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ഒക്യുപ്പേഷൻ. അതായത് എന്ത് ജോലിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്യാം. 19 ക്ലോസ് 1E എന്തായിരുന്നു, എവിടെ വേണമെങ്കിലും താമസിക്കാം. ആർട്ടിക്കിൾ 19 ക്ലോസ് 1G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രൊഫഷൻ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ജോലി വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു ആദ്യം എത്ര ഉണ്ടായിരുന്നു, 7 ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഉള്ളൂ, 6 ഉള്ളൂ. ഒഴിവാക്കിയത് ഏതായിരുന്നു, ആർട്ടിക്കിൾ 19 ക്ലോസ് 1F ആയിരുന്നു. അത് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തു, ഒമിറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട്
കുറച്ച് കേസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആ കേസുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളൊരു 3 കേസുകളാണ് എന്ത് ചെയ്യേണ്ടത്, അറിഞ്ഞു വെക്കേണ്ടത്. ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഗോലക്നാഥ് കേസാണ്. ഓക്കെ, ഈ ഗോലക്നാഥ് കേസ് നടന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് ഈ കേശവാനന്ദ ഭാരതി അതുപോലെ ഗോലക്നാഥ് കേസ് എല്ലാം നടന്ന വർഷമാണ് മാച്ചിങ് ടൈപ്പിൽ എന്ത് ചെയ്തത്, ചോദ്യപേപ്പറിൽ വന്നിരുന്നത്. അപ്പോൾ ഗോലക്നാഥ് കേസ് നടന്ന വർഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. 1967. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദ സുപ്രീം കോർട്ട് ഒപ്പൈൻഡ് ദാറ്റ് പാർലമെന്റ് കനോട്ട് അമെൻഡ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭേദഗതി ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് ആര് പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത്. ഏത് കേസിൽ? 1967 ഗോലക്നാഥ് കേസിൽ. അപ്പോൾ 1967 ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി ഒപ്പീനിയൻ എന്തായിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എമെൻഡ് ചെയ്യാൻ, ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കില്ല, നമ്മളുടെ പാർലമെന്റിന് ഇല്ല എന്നായിരുന്നു. ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് 1971 എന്ത് ചെയ്യുകയാണ്, 24ാമത് ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കുകയാണ്. അപ്പോൾ ഇതൊരു ചരിത്രമാണ്. 1967 കോടതി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പറയുന്നു, അമെൻഡ് ചെയ്യാൻ പറ്റില്ല, പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിനെ കൗണ്ടർ ചെയ്യാൻ 1971 24ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കുന്നു. ആ ഭേദഗതിയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ദ പാർലമെന്റ് ഹാസ് ദ പവർ ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ആർക്ക് ഭേദഗതി ചെയ്യാം, പാർലമെന്റിന് ഭേദഗതി ചെയ്യാം, ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് എന്തിനെ കൗണ്ടർ ചെയ്യാനാണ്, ഇതിനെ കൗണ്ടർ ചെയ്യാനാണ് എന്ത് ചെയ്തത്, ആ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. ഓർത്ത് വെക്കണം, 24ാം ഭരണഘടനാ ഭേദഗതി 1971. അപ്പോൾ നമ്മളിപ്പോൾ 67 തുടങ്ങി 71 ഇനി ആ ഒരു ഭേദഗതി ആര് കൊണ്ടുവരികയാണ്, പാർലമെന്റ് കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് 2 വർഷങ്ങൾക്ക് ശേഷം കേശവാനന്ദ ഭാരതി കേസ്, PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. നടന്നൊരു വർഷം എന്ന് പറയുന്നത് 1973 അന്ന് സുപ്രീം കോടതി എന്ത് ചെയ്യുകയാണ്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ദി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. അതിൽ കോടതി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ദ പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ലോങ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റർബ് ദി ബേസിക് സ്ട്രക്ചർ. ഓർത്ത് വെക്കണം, ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് സ്ട്രക്ചർ, ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള ഘടനയെ മാറ്റം വരുത്താതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പാടും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം. ഇവിടെ പറഞ്ഞത് പാർലമെന്റ് കനോട്ട് അമെൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു. 1971 പാർലമെന്റ് എന്ത് ചെയ്തു, ആ ഒരു ജഡ്ജ്മെന്റിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു. അമെൻമെന്റ് ഏതായിരുന്നു, 24ാം ഭരണഘടനാ ഭേദഗതി. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി കേസിൽ കോടതി എന്ത് ചെയ്യുകയാണ്, ഗോലക്നാഥ് കേസിലത്തെ വിധി മാറ്റി പറയുകയാണ്. അതായത് അവിടെ തിരുത്തൽ വരുത്തുകയാണ്. പാർലമെന്റിന് എന്ത് ചെയ്യാം, ഭേദഗതി വരുത്താം. എന്ത് ബേസ് ചെയ്തോട്ടെ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിൽ മാറ്റം വരുത്താതെ എന്ത് ഭേദഗതി വേണമെങ്കിലും ആർക്ക് വരുത്താം, പാർലമെന്റിന് വരുത്താം എന്നുള്ള ഒരു ഭേദഗതി, ഒരു ജഡ്ജ്മെന്റ് എന്ത് ചെയ്യുകയാണ്, കോടതി അവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, നമ്മൾ പഠിച്ചത് ആർട്ടിക്കിൾ 19 കുറിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 19 6 ഫ്രീഡത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഓരോ ഫ്രീഡവും എന്താണെന്ന് നോക്കി. ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള 2 കേസുകളും ഒരു ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായി പഠിച്ചേ നിങ്ങൾ എക്സാമിന് പോകാവൂ. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രവും അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൻസിനും ഫോറിൻ സിറ്റിസൻസിനും കോമൺ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കും. അതുവരെ ഗുഡ് ബൈ.